വനത്തിൽ നീന്തുന്ന ആമ. ഒരു സുന്ദരമായ വനത്തിൽ ചെറിയ ഒരു ആമ താമസിച്ചിരുന്നു. അവൻ്റെ പേര് മുത്തു എന്നാണ്. മുത്തു സുന്ദരനും മൃദുലമായ മനസ്സിനുടമയുമായിരുന്നു. പക്ഷേ അവന് ചെറിയ ഒരു ദുശീലമുണ്ടായിരുന്നു. എപ്പോഴും കള്ളങ്ങൾ പറയും. പക്ഷികൾ പറക്കുന്നുണ്ടെങ്കിൽ മുത്തു അവരോട് പറയും, ഞാനും പറന്നിട്ടുണ്ട്, അതും ആകാശത്തിൻ്റെ മുകളിൽ കൂടി. നദിയിൽ മത്സ്യങ്ങൾ നീന്തുന്നത് കണ്ടാൽ, ഞാൻ തീയിൽ വരെ നീന്തിയിട്ടുണ്ട് എന്നവൻ അവകാശപ്പെടും. വനത്തിലെ മറ്റു മൃഗങ്ങൾ ആദ്യം അവൻ്റെ കഥ കേട്ട് ചിരിക്കുമായിരുന്നു. പിന്നീട് ഇതൊക്കെ കള്ളക്കഥകളാണെന്ന് അവന് മനസ്സിലായി. ഒരു ദിവസം മുത്തുവിൻ്റെ സുഹൃത്തുക്കളായ മണിയൻ കുരങ്ങനും കുട്ടുവലിയും ഒരു ഓട്ട മത്സരം നടത്താൻ തീരുമാനിച്ചു. മുത്തുവേ, നീയും വരണേ എന്ന് കുരങ്ങൻ പറഞ്ഞു. മുത്തു ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ ഞാൻ തന്നെ വിജയിക്കും. ഈ കാട്ടിൽ എന്നെക്കാൾ വേഗത മറ്റാർക്കുമില്ല. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. ഓട്ടത്തിനുള്ള പാത റെഡിയായിരുന്നു. അപ്പോഴേക്കും മുത്തുവും എത്തി. അവൻ പറഞ്ഞു, എൻ്റെ വലതുകൾ വല്ലാതെ വേദനിക്കുന്നു. എനിക്ക് ഓടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതാരും തന്നെ വിശ്വസിച്ചില്ല. അപ്പോഴേക്കും കാട്ടിലെ മുതിർന്ന നരി അവിടെ എത്തുന്നു. അതാണ് നരിയച്ചൻ. അവൻ സ്നേഹപൂർവ്വം മുത്തുവിനോട് പറഞ്ഞു, കള്ളം പറഞ്ഞ് ശീലിച്ചയാൾ പിന്നീടൊരിക്കൽ സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. മുത്തു തളർന്നു നിന്നു. കണ്ണു നിറഞ്ഞു. അവൻ മുന്നിലേക്ക് വന്നു പറഞ്ഞു, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. ഇനി സത്യം മാത്രമേ പറയൂ. വനത്തിലെ മൃഗങ്ങളെല്ലാം സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും അവനോടൊപ്പം ചേർന്ന് നിന്നു. ഗുണപാഠം: ഒരു തവണ കള്ളം പറഞ്ഞാൽ പിന്നീടുള്ള സത്യവും ആരും വിശ്വസിക്കില്ല. സത്യം മാത്രമാണ് വിശ്വാസത്തിനും സ്നേഹത്തിനും അടിസ്ഥാനം.